ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇന്നലെ രാത്രി സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് വേഗമല്ലോ. അപ്പോൾ പിന്നെ ആ വീഡിയോ എടുക്കലെല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടൊരു രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ തിരക്കിനിടയിൽ കൂടെ വീഡിയോ എടുക്കലെല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് നമ്മൾ രാവിലെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇനി വൈകിട്ട് പിള്ളേർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആട്ടപ്പൊടി ഇരിക്കുന്നുണ്ട്. ഇവിടെ ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇഷ്ടം എല്ലാവർക്കും പൂരിയാണ്. പൂരി ഉണ്ടാക്കാം. പിന്നെ അതിലേക്കൊരു കറിയും കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അവർ വരുമ്പോഴേക്കും നമുക്കതൊക്കെ വേഗം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ വരുമ്പോൾ സന്തോഷമാവും. കഴിക്കാൻ കിട്ടുമല്ലോ എന്നല്ല, പൂരി ഉണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ. നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട് വരുമ്പോൾ ചോറാവുമെന്ന് വിചാരിച്ച് വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതുപോലെ അവർക്കും നല്ല കാര്യം ആയിക്കോളും. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മാവൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കാം. അപ്പോഴേക്കും അവരെത്തിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ പൊടി എടുക്കട്ടെ. കാട്ടപ്പൊടി എടുത്തിട്ട് പാകത്തിന് എടുത്താൽ മതി, കുറച്ച് മതി. ഇപ്പം ഉണ്ടാക്കി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നൈറ്റിൽ നമുക്ക് ഫുഡ് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നിപ്പോൾ തട്ടിക്കൂട്ട് ഒരു ഫുഡായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അതാണ് വലിയ പാട്. അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് രാത്രി ഇപ്പോൾ വന്നാലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മതി. ചോറും ഉണ്ടിട്ടായിരിക്കും, ചോറുണ്ട്. അപ്പോൾ ഇതാ പൊട്ടിച്ചിട്ട് പാകത്തിന് പൊടിയിടാം. പൂരിയൊക്കെ ഇവിടെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഒന്നാമത് എണ്ണ ഐറ്റംസ് ആണ്. ഇനി പിന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ തന്നെ പാക്കറ്റേ വാങ്ങുള്ളൂ. ഇത് കുഴച്ചുണ്ടാക്കി ആക്കണ്ടേ മടി. അപ്പോൾ പൊടി ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്തൊക്കെ ഇട്ടു വെച്ചാൽ പൊടി ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനി ഒരു നുള്ളു പഞ്ചസാര. ഇതിലേക്ക് എന്താ പറയുക, റവ വേണമായിരുന്നു. നമ്മുടെ വീട്ടിൽ റവ തീർന്നു പോയിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുക. ഇനി വെള്ളം കൂടെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴയ്ക്കാറ്. വേറെ ചൂടുവെള്ളമൊന്നും എടുക്കില്ല. എന്നിട്ട് വെള്ളപ്പാകം നോക്കി കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി നല്ലോണം കുഴയ്ക്കുക കേട്ടോ. കുഴച്ചിട്ട് കുറച്ച് എണ്ണ ഓയിൽ കയ്യിലാക്കിയിട്ട് കുഴയ്ക്കാം. എന്നാൽ പിന്നെ കയ്യിലൊട്ടുമില്ല, നല്ലതാണേന്ന്. ഇത് മൊത്തം ഒരു ഓയിലിൻ്റെ കളികളൊരു ഫുഡായതുകൊണ്ട് കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കല്ലേ അല്ലേ, ഇപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡാണ് കഴിക്കും. അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ അങ്ങനെ സെറ്റായിട്ട് ഇവിടെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. പാത്രം എടുക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പരത്താം. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള കറി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. കുറച്ച് അലമ്പായി, അത് അങ്ങോട്ട് തുടച്ചേ. ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാലേ ലാസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്ത് ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കാം, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് റിലേഷൻ ആരെങ്കിലും വരുന്നവരൊക്കെ ചോദിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടച്ചാൽ ഒരു മിനിറ്റിന് തുടയ്ക്കണമെന്ന്. പക്ഷെ അത് കഴിയോളം അങ്ങനെ ആ കൂടെ അലമ്പായി കിടക്കുമ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി വെക്കാം. കറി വലിയ സിമ്പിൾ കറി കേട്ടോ, വലിയ പാടൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ പിള്ളേർക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആവണോണ്ട് കാര്യം. ഭൂരിയൊന്നും ഞാൻ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് തോന്നുന്നു ഞാൻ ഭൂരി ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. എന്ന് മിക്കത് ഈ അപ്പവും ദോശയും പുട്ടും കടലയും നൂലുപുട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഇത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളി കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കട്ടെ കേട്ടോ. ഈ ഒരു സമയം എനിക്ക് വലിയ എനർജി കൂടും. അവർ വരുമല്ലോ, മറ്റേത് ഈ സമയം വരെ പണി തീരാത്ത പണി ഉണ്ടാവും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടെ മിണ്ടാനും പറയാനും അവരൊക്കെ കൂടെ വരുന്ന സമയമാകുമ്പോഴേ പിള്ളേർ വരുന്ന സമയമാകുമ്പോഴേക്കും ചെറുതായിട്ടൊരു എനർജിയൊക്കെ കൂടും. ആ എനർജിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താക്കാനും നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യത്തിലേക്കും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നെറ്റില്ല, നെറ്റ് ഇന്നിപ്പോൾ എല്ലാത്തൊരു കളി കളിക്കുന്നത്. വൈഫൈ കട്ടാൻ വേണ്ട ഡേറ്റ് ആണ് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇന്ന് രാത്രി പെടും റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കേട്ടോ. കിഴങ്ങ്, സവോള, ഇഞ്ചി, പച്ചമുളക്, ആ സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് വേഗം തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിലുള്ള ദിവസം, മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും ഇന്നലെയും അടിപൊളിയായിരുന്നു കേട്ടോ കാലാവസ്ഥ. പക്ഷെ എന്താ പറയുക, ചൂട് തുടങ്ങി. ആ ഒരു തണുപ്പൊക്കെ മാറി അല്ലാത്ത ചൂടായി, നിൽക്കാൻ പറ്റുന്നില്ല, അത്ര ഉഷ്ണമായിട്ടോ. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുമ്പിട്ടതൊക്കെ വേഗം ഉണങ്ങി. ഞാൻ പെട്ടായിരുന്നു
നമ്മുടെ വീട്ടിൽ അപ്പുറം ഇപ്പുറമൊക്കെ അഴല് കെട്ടിയിട്ടുണ്ട്. പോരാത്തേന് അഴലുണ്ട്, പോരാത്തേന് ബാക്കിൽ ഷീറ്റ് ഇട്ടരും ചെയ്തു കേട്ടോ ഷാജേട്ടാ. നീ അവിടെ ഒന്നും ഇത് കോഴിയെ സമ്മതിക്കേ തുണിയെങ്ങാനും ഇപ്പം മഴയത്ത് ഇടണ്ടല്ലോ, അപ്പം ഒന്നും ഇവിടെ വെള്ളം ഒന്ന് ഊർന്നതിന് ശേഷം ഉള്ളിലേക്ക് എവിടേക്കെങ്കിലും ഒക്കെ എടുത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഷീറ്റ് കെട്ടിയ മുതൽ മഴയില്ല, മഴ ഓടി. കോഴിയുടെ കരച്ചിൽ കോഴി കൂകട് കേട്ടാൽ വിചാരിക്കും പുലർച്ചെയാണെന്നോ. അല്ല കേട്ടോ, ഇവിടുത്തെ കോഴിക്ക് അങ്ങനെ പുലർച്ചയ്ക്ക് കൂവില്ല തോന്നുന്നു. അതങ്ങനെ കണ്ട പ്രത്യേക തരം കോഴിയാ തോന്നുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം കൂകണ ഒരു കോഴി. പിന്നെ അപ്പൊ അതൊക്കെ അരിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, എന്റെ പൂജ വന്നത് എന്താ ഗൈസ്, എന്റെ പൂജ പറ്റില്ല, ഞങ്ങളുടെ വീഡിയോ എടുത്തല്ലേ. ഗൈസിന്റെ പൂജ വന്നു. ഗൈസിന്റെ ഉരുളക്കിഴങ്ങ് ഞാൻ ചിരട്ടിക്കൊണ്ടിരിക്കുന്നു. സർപ്രൈസ് തരാൻ വേണ്ടിട്ട് നീട്ടതാ ഞാൻ. ഇപ്പൊ വേഗം വരുമ്പോ ഞാൻ വിചാരിച്ചോ അല്ലേ, ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി 3 ദിവസത്തിന്റെ ലീവാണ്. സ്കൂളിൽ ലീവ് കേട്ടോ. സ്കൂൾ തുറന്നാ വ്യത്യാസം ലീവാ. ഇനി ടീച്ചേഴ്സ് പൂജന്റെ ഒരു ടീച്ചറിനെ കണ്ടിട്ടാണ്. എന്റെ ടീച്ചറില്ലേ പറയണേ, മാത്സിന്റെ ടീച്ചർ പൂജ അമ്മേനോട് പറയാനിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ. ഞാൻ വിളിക്കുന്നത് നല്ല ഇഷ്ടമാണ് എന്നുവെച്ചറിയോ, കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പൂജ ഞാൻ ലീവാക്കണത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റിങ്ങിനും ചിലപ്പോൾ പിന്നിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ സർപ്രൈസ് പൊളിഞ്ഞ സ്ഥിതിക്ക് നമ്മളതൊന്നും ആലോചിക്കേണ്ട, വേഗം പൂരി ഉണ്ടാക്കാം. എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പൂരിക്ക് വേണ്ടിയിട്ട്. കുളമായാലും കുളമാകുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ. ചിലത് റവ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി വരാറുണ്ട്. ഇപ്പൊ റവ ഇല്ല എന്നുള്ള കാരണത്തിൽ കുളമായാലും നമുക്ക് അങ്ങനെ നോ, വെറുതെ ഇരിക്കാൻ പാടില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികളോട് വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാന്ന് കേക്കട്ടെ. വെറുതെ ഇരിക്കട്ടെ ചോദിക്കുമ്പോ എന്താണ് ചെയ്താറുന്നത് എന്ന് പറയോ നടന്നു വന്നിട്ടേ ഇരുന്നോ. ഞാൻ ഇത് ചെയ്യാം, പക്ഷെ എന്റെ അടുത്ത് ഇവിടെ ഇട്ടോളൂ. 2x ഇടോ, എനിക്ക് വിശക്കുണ്ട്. ചോറുണ്ട്. എന്താ കറി? ചോറും പയറുപ്പേരി, ചമ്മന്തി, ഓംലെറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കടോ. ഞാനാണെങ്കിൽ ഒന്ന് ഞാന് സംസാരിക്കാൻ കുളിച്ചിട്ട് വന്നാ മതിയോ? കുറച്ചായിട്ട് പേർക്കൊന്ന് മാറിയിട്ട് കുളിക്കാനോ എന്താണെന്ന് എനിക്ക് അല്ലെങ്കിൽ ഇപ്പൊ കുളിച്ചിട്ടാ ഇവിടെ ചൂണ്ടിട്ട് ഇവിടെ ഇരുന്നോ. അപ്പൊ നമ്മളൊന്നും വേണ്ട വേണ്ടല്ലേ. ഇവിടെ നമ്മുടെ വീട്ടില് നല്ലോണം സംസാരിക്കാൻ ഞാനാട്ടോ. ഷാജേട്ടനൊന്നും മിണ്ടുകയില്ല. മിണ്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടും. എനിക്കിങ്ങനെ ഒരുപാട് സംസാരിക്കണം വളരെ ഇഷ്ടം. പൂജിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൂട്ടോ. അങ്ങനെ പൂജിട്ട് ഇങ്ങനെ മെല്ലേക്ക് പറയുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ഇവരൊക്കെ വന്നാലാണ് എനിക്കൊന്ന് മെല്ലല്ല കഥ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും നാളെ നേരം വെളുക്കും. അങ്ങനെ ശ്രീജ ടീച്ചർ, എന്താ ടീച്ചർ പേര്? സിന്ധു ടീച്ചറാ പറഞ്ഞത്. ശ്രീജ ടീച്ചറും സിന്ധു ടീച്ചർ അല്ലേ? അപ്പൊ കിഴങ്ങ് അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയല്ല ചെയ്യാം. ഷാരറ്റ് മിസ്സും പറയാറുണ്ടല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. പറഞ്ഞ പോലെ എന്നോടൊക്കെ അധികം വന്ന് പറയാ കുഞ്ഞു കുട്ടികളായിരിക്കും കേട്ടോ. ഈ വളാഞ്ചേരിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂജുവിന്റെ ഒക്കെ അത്ര ഉണ്ടാവില്ല അല്ല. പൂജത്തെ ഓടി വന്നിട്ട് ചേച്ചി ഞങ്ങൾ കാണാം. വലിയവരങ്ങനെ പറയാൻ എനിക്ക് ഇനി മടിയുണ്ടോ ഇഷ്ടമില്ല എന്തോ അറിയില്ല. പക്ഷെ കുട്ടികളാണ് ഓടി വന്നിട്ട് പറയാം. എന്നാൽ തന്നെ അന്നത്തെ ഒരു ദിവസം എനിക്ക് ഇന്നിപ്പോൾ ഇത് മതിയാവും കേട്ടോ. ടീച്ചർ പറഞ്ഞല്ലേ ഒരു കുഞ്ഞ് തക്കാളി എടുക്കണ്ട കേട്ടോ. ചിലവര് തക്കാളി ഇടില്ല. ഞാനൊരു കുഞ്ഞിത് അത്രയേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞ കഷ്ണം ഞാൻ കഴിക്കുകയും ചെയ്യും. അപ്പൊ 3 ദിവസം ലീവാണല്ലേ? സന്തോഷായി എനിക്ക്. വിടേണ്ടതായിരുന്നു പക്ഷെ മോട്ടിവേഷൻ ഇരുന്നോട്ടെ. ഒരുവിധം മോട്ടിവേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തിനാ? നന്നാവാനല്ലേ. നന്നാവാനൊരു ദുശീലം പോലും ഇല്ല. അങ്ങനെ ദുശീലമുള്ളവർക്കെല്ലാം മോട്ടിവേഷൻ എന്നല്ല, അത് നല്ല അടക്കി കേൾക്കുന്നത്. അവര് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു നേക്ക് ഉണ്ടാവും. അവർ ആ കോഴ്സൊക്കെ പഠിച്ചു വരുന്നവരാ മോട്ടിവേറ്റ് ചെയ്യാനൊരാണ്. അതിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ദുശീലമുണ്ടോ എന്ന് ചോദിച്ചുള്ളതല്ല അതിൻ്റെ വിഷയം. ഓക്കെ, അതല്ല. അപ്പോൾ
കിഴങ്ങ് തട്ടിക്കൊടുക്കുക, സവാള തട്ടിക്കൊടുത്തു, ഒരു പച്ചമുളക്, കുഞ്ഞൊരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം, നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ല. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെള്ളം. ഇനി ഇതങ്ങോട്ട് വേവട്ടെ. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, അതിങ്ങനെ ഒരു കുറുന്നന ചാറാണ് രസം. അത് വേവാൻ വേണ്ടിയിട്ട് മതി. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചങ്ങോട്ട് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തെന്തെങ്കിലും ഇത് വേവണ വരെ അടുത്തെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അപ്പം ഇത് വേവട്ടെ. വേവണ വരെ നമുക്ക് അടുത്ത എന്തെങ്കിലും കാര്യം നോക്കാം കേട്ടോ. ഇവിടെ എപ്പോഴെപ്പോഴും ഈ വെള്ളം ഞാൻ തന്നെയാണ് വെള്ളം ആക്കണ ആള്. പക്ഷെ എന്നാലും ഈ വെള്ളം അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു പൂജ കേട്ടാ പറയട്ടോ, എനിക്ക് ചെറുതായിട്ട് നോസാണ്. അതുകൊണ്ട് കേൾക്കണ്ട. 2-3 ദിവസം പിള്ളേർക്ക് സ്കൂളിൽ കേട്ടോ, അവരെക്കാട്ടിലും സന്തോഷം എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് എനിക്കിങ്ങോട്ട് പ്രോന്ത് പിടിക്കാൻ തുടങ്ങിയിരുന്നു. കാര്യമായിട്ട് എന്താ പ്രാന്ത് പിടിക്കുക വെച്ച് കഴിഞ്ഞാലേ, രാവിലെ ഇവർ പോണത് വ്ലോഗ് എടുക്കും, നമ്മൾ നേരത്തെ നീട്ടിട്ട് വീഡിയോ എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഷോർട്സിലേക്കുള്ളത് അത് എഡിറ്റ് ചെയ്യാനും ചിലപ്പോൾ അന്ന് എടുത്തിട്ടാവും ഇതൊക്കെ ഉണ്ടാവുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ട്രാക്ക് അങ്ങോട്ട് തെറ്റിപ്പോയാൽ അപ്പം അന്ന് ലോങ് വീഡിയോ എടുക്കണം, 3 ഷോർട്സ് എടുക്കണം, ഇത് എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം. അപ്പോൾ ഇത് എടുക്കണവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഞാനൊക്കെ പണ്ട് ചിന്തിച്ചായിരുന്നത് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ എന്താ അത്ര പാട് നടന്നിട്ടോ. മുന്നൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചായിരുന്നത് കേട്ടോ. പക്ഷെ അല്ലാട്ടോ, ഞാൻ അന്നേരം അടക്കം പറഞ്ഞു കൂലിപ്പണിക്ക് പോവാറുണ്ട് നല്ലത്. ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ ചെയ്ത് അടുത്തത് അത് ചെയ്യണം, അപ്പോഴേക്കും ടൈമും അയ്യോ ഷോർട്സ് ഇടാൻ വൈകോ അതൊക്കെയാവും ആദ്യം ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് വേറെ ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടണില്ല. അമ്മോട് സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടില്ല. അമ്മ വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ എന്താ ചെയ്യുന്ന വെച്ചാൽ അമ്മോട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ അമ്മ എന്നത് ചെയ്യാൻ വീഡിയോ എടുക്കുക പറയുമ്പോൾ അമ്മ അവിടെ ഞാനിത് ചെയ്തോട്ട് വെച്ചിട്ട് തപ്പി. അപ്പൊ ആരോടേക്കൊന്നും സംസാരിക്കാൻ പറ്റണില്ല, കാണാൻ പറ്റണില്ല, മിണ്ടാൻ പറ്റണില്ല. തിരക്കാണ്. ഇന്ന് ഈ തിരക്കൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നും പ്രയോജനം ഉണ്ടോ വെച്ചാൽ ഇല്ലേ, അതാണ് അവസ്ഥ. അപ്പൊ അത് വേവട്ടെ. അതുവരെ നമുക്ക് പൂജട്ടിയോട് വർത്താനം പറഞ്ഞിരിക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങും സവാള എല്ലാം കൂടെ നല്ല വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കയ്യിലോണ്ട് വെച്ചിട്ട് ഒന്നും കൂടെ ഉടയ്ക്കണം. അപ്പോഴാണ് അതൊരു കുറുന്നൊരു ചാറായിട്ട് വരിക കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ ഉടയാത്തതൊക്കെ ഒന്നും കൂടെ കയ്യിൽ വെച്ചൊന്ന് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും. പിന്നെ ഒരു ഉരുളി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, വേപ്പില എല്ലാം കൂടെ ഇട്ട് പൊട്ടി വരുമ്പോൾ വെന്തിരിക്കുന്ന കിഴങ്ങും ഉള്ളി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് കറി അങ്ങോട്ട് സെറ്റായിട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ ഇത് പോകും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇനി പൂരിക്കുള്ളത് ഇങ്ങനെ പരത്തി വെക്കാം കേട്ടോ. ഈ പത്തിരി പ്രസ്സിൽ ഒന്നും ഇങ്ങോട്ട് അമുക്കി വെച്ചാൽ മതി. ഞാൻ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ എണ്ണ തടവിയിട്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ വെച്ചിട്ട് ഇതാ ചൂടാകുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ബുടുന്നനായി പോകും കേട്ടോ. ചിലത് ബുടുന്നനാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ അത് ഇതൊന്നും പൊന്തി വരില്ല, ഉണ്ടക്കനാവില്ല കേട്ടോ. നമ്മളൊന്നും ഇങ്ങോട്ട് കട്ടിയിലാക്കുമ്പോഴാണ് ഉണ്ടക്കനായിട്ട് വരുള്ളൂ. ഇതങ്ങനെ വല്ലാതെ ഉണ്ടക്കനൊന്നും ആയില്ല. ഞാൻ കുറേയൊക്കെ തട്ടി നോക്കി. പിന്നെ എനിക്ക് നേക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് കട്ടിയിലാക്കണമല്ലോ എന്നുള്ളത്. പിന്നെയാണ് ഈ സംസാരത്തിൻ്റെ ഇടയിൽ ചിലതൊക്കെ എനിക്ക് കയ്യിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ. രണ്ടാമത്തേക്കാവും ഞാൻ ചിന്തിക്കുക അയ്യോ അങ്ങനെ അല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തേത് ഇതാ അങ്ങനെ ആക്കി വന്നപ്പോൾ ഉണ്ടക്കനായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പൊന്തി വരുന്നതാണ്, പപ്പടം പോലെ പൊള്ളച്ച് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. ഒന്ന് അവിടെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊന്തി വന്നോളൂ കേട്ടോ. അപ്പോൾ അതാ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ രണ്ടാളും അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാറുണ്ട് കേട്ടോ. അത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ എല്ലാം വന്ന് പറയാറുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർ കൂടെ ഇരുന്ന് കേട്ടാൽ മതി കേട്ടോ. അവർ പറയണതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ കയറി ചാടിക്കടിച്ച് വഴക്കടിച്ച് നിൽക്കാൻ വേണ്ടിയാണെങ്കിൽ അവർ പിന്നെ ഒന്നും പറയില്ല. അത് നമ്മൾ കൂളായിട്ട് കേൾക്കുക. പിന്നീട് എന്തെങ്കിലും തെറ്റുള്ളതാണെങ്കിൽ അത് അവരോട് കൂളായിട്ട് ഇരുന്നിട്ട് നമ്മളൊരു കമ്പനി ബേസിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാളും എല്ലാം വന്നിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സമാധാനം. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് വായിക്കൊരു ഒഴിവുണ്ടാവില്ല കേട്ടോ. അവർ പറയുന്നത് കേൾക്കണേക്കാട്ടിലും കൂടുതൽ എനിക്കായിരിക്കും പറയാൻ കൂടുതലുണ്ടാവുക. എന്താ വെച്ചാൽ കാര്യമായിട്ട് എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി പോകാത്ത ആളാണെങ്കിലും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും. ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ കമൻറ്റ് എനിക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലെ കാര്യങ്ങളല്ല കമൻറ്റ് പറഞ്ഞ എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കേട്ടോ. ആ ഒരു സന്തോഷം എനിക്ക് ഒരുപാട് ദിവസം നിൽക്കാറുമുണ്ട്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കമൻറ്റ് അയക്കാൻ ഒരുപാട് പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സബ്സ്ക്രൈബർ കൂടുന്ന കാര്യവും കമൻറ്റിൻ്റെ കാര്യവും എല്ലാം ഞാൻ അവർ വന്നാൽ ഷെയർ ചെയ്യും കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ പൂരിയായി കറിയായി എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അവിടെയൊക്കെ എണ്ണയും കാര്യങ്ങളും പൊടിയൊക്കെ ആയിട്ടില്ലേ അതൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഈ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി രാത്രിയിൽ കുക്ക് ചെയ്യേണ്ട പാടൊന്നുമില്ല. ഈ പൂരിയും കറിയും പിന്നെ ഉച്ചയ്ക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പൂരി കഴിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്കൊരു മയക്കായിരിക്കും കേട്ടോ, വല്ലാണ്ട് വിശക്കും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പിന്നെ ഇരിക്കുന്ന 2 പാത്രം കൂടെ അങ്ങോട്ട് കഴുകി വെച്ചു. ഇതാ നമ്മുടെ ഉണ്ടക്കം പൂരി കറി അങ്ങോട്ട് സെറ്റായി. ഇനി എനിക്ക് കുറച്ച് പണികൾ പുറത്തുണ്ട്. വിളക്ക് വയ്ക്കാറാകുമ്പോഴേക്കും അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് വെയിലായതുകൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് ഇതാ തുണികളൊക്കെ ഞാൻ ചാച്ചും ചേരിച്ചൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇട്ടിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബക്കറ്റ് ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒന്നിടും അപ്പോഴേക്കും മഴ പെയ്യും ഓടിപ്പോയി എടുത്തിട്ട് വരും. അപ്പോൾ ഉണങ്ങിയോടത്തോളം അങ്ങോട്ട് നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നേ. ഇന്നിപ്പോൾ എന്തായാലും പപ്പടം മുരിഞ്ഞ പോലെ കുറേ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൊണ്ടിട്ടിട്ട് ഒരു മല പോലെ നമുക്ക് അവിടെ കൊണ്ടിടണം. എന്നിട്ട് അതിരുന്നിട്ട് ഇങ്ങനെ മടക്കി 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 എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രാത്രിയിലാണ് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ഉറക്കം കിട്ടാണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രി ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ മിക്കത് സ്റ്റിച്ച് ചെയ്യുക. പകൽ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കലും എഴുത്തിയാലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് അതിൽ ഇരിക്കാൻ വേണ്ടി സമയം കിട്ടില്ല. അപ്പോൾ രാത്രി ഇരിക്കുക. അതുകൊണ്ട് എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചവിട്ടിയിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യണത്, മോട്ടറും കാര്യങ്ങളും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ വല്ലാത്ത കാലുവേദനയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് നമ്മളിതാ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു. ഇവിടെ നമ്മൾ ഈ മുരിങ്ങയിടെല്ലാം ഇങ്ങനെ വീട്ടിൽ നല്ല ചന്തണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിച്ച് വരുമ്പോൾ വേഗം കിട്ടുന്നുണ്ട്. വെയിലായതുകൊണ്ട് മഴയാണെങ്കിൽ കടന്ന് പെടാപാട് പെടും കേട്ടോ. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഒരുപാട് നേരം നമ്മളെ ഒരുപാട് ദിവസം നമ്മുടെ വയറ് നിറയ്ക്കണതല്ലേ. അപ്പം ഇനി അടിച്ച് ഓരിയിട്ട് കിട്ടിയില്ലെങ്കിലും വലിയ പാടൊന്നും ഇല്ലയെന്ന് വിചാരിക്കും ഞാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഈ ചപ്പൊക്കെ ഈ എന്താ പറയുക പുല്ലൊക്കെ പറിച്ചുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടി ഇതിൻ്റെ മുന്നേ ഞാൻ വ്ളോഗിൽ പറയാറുണ്ടായിരുന്നു പുല്ല് നമുക്ക് പറിക്കണം എന്നുള്ളത്. എനിക്കൊരു ഒഴിവ് കിട്ടാഞ്ഞിട്ടും പിന്നെ അല്ല പിടിച്ചിട്ട് മഴ ചെയ്ത് അതുകൊണ്ടാട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ കണ്ണൻകുട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വരുമ്പോൾ എന്തെങ്കിലുമായിട്ട് എനിക്ക് കൊണ്ടുവിട്ടെ. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള റംബൂട്ടാനാണ് കേട്ടോ. എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു പങ്കാവ് എനിക്ക് കൊണ്ടുവരും കേട്ടോ. അത് എപ്പോഴും അങ്ങനെ തന്നെ, ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ. അവന് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കണത് നല്ല ഇഷ്ടമാണ്. ഒരു കുഞ്ഞൊരു മിഠായി ആണെങ്കിൽ അതിലിപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുഞ്ഞ കടിയിലും കഴിച്ചിട്ടില്ലെങ്കിൽ അവന് നിന്ന് കരയാറുന്നു ചെറുതിലൊക്കെ. പൂജുട്ടി നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. കഴിക്കുന്ന ഒരു സാധനം അവൾ കൈവിട്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതാ അവനൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ണൻകുട്ടിക്ക് വേഗം ഞാൻ പൂരിയും കറിയും കൂടെ എടുത്ത് കൊടുത്തു. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയിട്ടില്ലല്ലോ, അപ്പോൾ വിശക്കുണ്ടാവില്ല. അപ്പോൾ അവനെ കൊടുത്തു. ഷാജേട്ടന് ചായ കൊടുത്തു. ഞാനിത് ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വാരി ഇനി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെയിലായാൽ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയും കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഭയങ്കര ചൂടാട്ടോ. ഉഷ്ണം വല്ലാണ്ടാണ്. എനിക്കാണെങ്കിൽ ഉഷ്ണം സഹിക്കാൻ വയ്യാത്ത ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലം അവിടെതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇടി പാടില്ല, ഇടി മിന്നലും പാടില്ല. മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ എന്നും വൈകിട്ട് നമ്മൾ തുടച്ചിടാറുണ്ട്. എന്നാലും രാവിലെ ആകുമ്പോഴേക്കും പട്ടിയും പൂച്ചയൊക്കെ കയറിയിട്ട് അതിൻ്റെ പാടൊക്കെ കാണാം. അപ്പോൾ രാവിലെയും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ചെയ്തേക്കും കേട്ടോ. ഈ ഒരു സാധനം ഇവിടെ കിടക്കണം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സ്വൈരക്കേടാണ്. അതുപോലെ തന്നെ പൂജിട്ടിക്ക് കേട്ടോ. ഈ ഒരു കിച്ചൻ്റെ ക്യാബിനും ആ സ്റ്റൂളും ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനിൽ ഉള്ളിലേക്ക് ആക്കിയിടാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലവുമില്ല. പുറത്തിങ്ങനെ കിടക്കണമ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നും. പക്ഷേ ഒരു മാർഗ്ഗവും ഇല്ല, അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെയൊക്കെ തുടച്ചെടുത്തിട്ട് ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മേലെ എഴുകാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഈ ഒരു അരുത്തുണ്ടേണ്ട ഇവിടെയൊക്കെ സിമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞൊരു ചട്ടുക ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് മിസ്സായി. എന്നിട്ട് ഇന്ന് ഞാൻ ഒരുപാട് നേരം തിരഞ്ഞിട്ട് എനിക്കത് കിട്ടി. ഇനി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ട് രാത്രിയിലൊക്കെ ആയിട്ട് ഈ പൊട്ടി പൊളിഞ്ഞോടത്തൊക്കെ ഒന്ന് റെഡി ആക്കണം. നമ്മുടെ ഉള്ളിൽ ഇതില്ലേ കിച്ചൻ്റെ അവിടെയുള്ള വാഷ് ബേസ് ഇല്ലേ കൊട്ടത്തളം, അവിടെയും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് അവിടെ പിന്നെ രാത്രി ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ രാവിലെയൊക്കെ നമ്മളിങ്ങനെ കഴുകുക കാരണം അവിടെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം രാത്രി ഇങ്ങോട്ട് കഴിച്ചിട്ടാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒന്നും ഇങ്ങോട്ട് സെറ്റായി ഉണങ്ങുമല്ലോ. അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ പോയി വേഗം കുളിച്ച് വന്നു. ഇന്ന് വിളക്ക് കൊടുത്തിട്ട് പൂജിട്ടിയാണേ. അപ്പോൾ അവൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് അമ്പലത്തിൽ പോവാൻ ഷാജേട്ടൻ അവിടെ നിന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പൂജിട്ട് നൈസായിട്ട് കാല് മാറേണ്ടാവും. ഷാജേട്ടൻ എന്തായാലും അമ്പലത്തിൽ പോവേണ്ടാവും കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഇനി ഞാനും പൂജിട്ടിയും കൂടെ ചായ കുടിക്കട്ടെ. എല്ലാവരും കണ്ണൻകുട്ടിയും ഷാജേട്ടനൊക്കെ കഴിച്ചു. ഇനി ഞാനും പൂജിട്ടേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സൂപ്പർ കറി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പൂരി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇല്ലേ വല്ലാത്തൊരു മയക്കം വരും. അതാണ് സഹിക്കാൻ വയ്യാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണേ. ഇനി വൈകിട്ട് നേരം വൈകിട്ട് അത്രയും വൈകിട്ട് ഫുഡ് ചിലപ്പോൾ കഴിക്കുള്ളൂ, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട്. അത്